പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ 3rd ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ലെസന്റെ ഒരു സമറിയും ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വരും എക്സാമുകളിൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായ സ്വാഗതം. ആദ്യം സമറി, ലിറ്റിൽ തിങ്സ് മാറ്റർ സമറി. In the excerpt Little Things Matter, Dr. APJ Abdul Kalam recalls an important time from his childhood during World War II. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്റെ കുട്ടിക്കാലത്തെ ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നെടുത്തൊരു ഭാഗമാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പേരിൽ നമുക്ക് ലെസണായി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായത്. He was just 8 years old when his cousin Shamsuddin gave him the job of collecting newspaper bundles from railway station and delivering them around Rameshwaram town. APJ അബ്ദുൽ കലാമിന്റെ 8ാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ കസിനായ ഷംസുദ്ദീൻ ഒരു ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ന്യൂസ് പേപ്പർ ബണ്ടിൽസ് കളക്ട് ചെയ്ത് രാമേശ്വരം ടൗണിൽ അവ വിതരണം ചെയ്യുക എന്നതായിരുന്നു ജോലി. It was a time of difficulty as the war brought rationing on goods. യുദ്ധം തുടങ്ങി പ്രയാസത്തിന്റെ നാളുകളായിരുന്നു അത്. അവശ്യവസ്തുക്കളുടെ മേൽ ധാരാളം നിയന്ത്രണങ്ങൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. കലാം saw how his family, especially the women, struggled and sacrificed for the children. കുട്ടിയായിരുന്ന കലാം അന്ന് കണ്ടു മനസ്സിലാക്കിയിരുന്നു, അദ്ദേഹത്തിന്റെ പോലും കുടുംബം, പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകളെല്ലാം തന്നെ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്ന ആവശ്യത്തിനൊക്കെ വേണ്ടി സ്വന്തം ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗം ചെയ്യുന്ന കാഴ്ചകൾ, സാക്രിഫൈസ് ചെയ്തത് അദ്ദേഹം തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. Though very young, he was excited to take responsibility and earn a little money to help his family. ഒരു കുട്ടിയായിരുന്നപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്റെ കുടുംബത്തെ സഹായിക്കാൻ അല്പം പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ കലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ആഹ്ലാദവാനായിരുന്നു, സന്തോഷവാനായിരുന്നു. Every day he woke up early for maths tuition, went to Arabic school, ran to the station to collect the newspapers, delivered them across town, attended school and helped Shamsuddin again in the evening with accounts. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് മാത്സ് ട്യൂഷന് പോകണം, അറബിക് സ്കൂളിൽ പോകണം, അതുപോലെ തന്നെ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ന്യൂസ് പേപ്പർ ബണ്ടിലുകൾ കളക്ട് ചെയ്ത് രാമേശ്വരം ടൗണിൽ അവ വിതരണം ചെയ്യണം. അതിനുശേഷം വീണ്ടും റെഗുലർ സ്കൂളിൽ അറ്റൻഡ് ചെയ്യണം. അതിനുമപ്പുറം സ്കൂൾ വിട്ടു വന്ന് വൈകുന്നേരം അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യാൻ വീണ്ടും ഷംസുദ്ദീനെ സഹായിക്കാൻ, അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും പണം കളക്ട് ചെയ്യാനും അക്കൗണ്ട്സ് ബോധ്യപ്പെടുത്താനുമൊക്കെ വീണ്ടും ഷംസുദ്ദീനെ കണ്ടുമുട്ടണം. ഇത്രയും ഭാരിച്ച ചുമതലയായിരുന്നു 8 വയസ്സുള്ള ആ കുട്ടി ഏറ്റെടുത്തിരുന്നത്. ത്രൂ ഹിസ് എക്സ്പീരിയൻസ് കലാം ലേൺഡ് ഡിസിപ്ലിൻ, ടൈം മാനേജ്മെന്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കലാം എന്നുള്ള കുട്ടി ജീവിതത്തിലെ അച്ചടക്കവും ടൈം മാനേജ്മെന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായ ടൈം മാനേജ്മെന്റ്, എങ്ങനെയൊക്കെ സമയം കൃത്യമായി പരിപാലിക്കണം, ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിന്റെ മൂല്യവും ഒക്കെ മനസ്സിലാക്കി. Reading the newspapers also opened his eyes to the wider world and he began dreaming of visiting big cities and meeting great leaders. പത്രവിതരണത്തോടൊപ്പം തന്നെ പത്രങ്ങൾ വായിക്കാനുള്ള അവസരം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശാലമാക്കി. പുറം ലോകത്തെക്കുറിച്ചും വിശാലമായ ലോകത്തെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങൾ അദ്ദേഹത്തിലുണ്ടായി. വലിയ നഗരങ്ങൾ സന്ദർശിക്കാനും മഹാന്മാരായ ലീഡേഴ്സിനെയൊക്കെ കണ്ടുമുട്ടാനുമുള്ള മോഹം സ്വപ്നമായി അദ്ദേഹത്തിൽ രൂപം കൊണ്ടു. Even though the work was tiring, the support of his family and his sense of duty kept him going with a smile. അദ്ദേഹത്തിന്റെ ജോലി അല്പം കഠിനമായിരുന്നെങ്കിലും കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹവും സെൻസ് ഓഫ് ഡ്യൂട്ടി, ഉത്തരവാദിത്വ ബോധവും അദ്ദേഹത്തെ ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചു. Now, questions under while we read. Question 1. How did Kalam stay in touch with the news from India on his travel abroad? എങ്ങനെയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കാൻ സാധിച്ചത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ട്രാവൽ എബ്രോഡ്, വിദേശ യാത്രാവേളകളിലൊക്കെ?
Kalam stayed in touch with news from India by going online to read news articles and editorials in magazines and papers. മാഗസീനുകളിലും ന്യൂസ് പേപ്പറുകളിലും വാർത്തകളും എഡിറ്റോറിയലും എല്ലാം തന്നെ ഓൺലൈനായി വായിച്ചുകൊണ്ടായിരുന്നു യാത്രാവേളകളിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കാൻ സാധ്യമായത്. Question 2. Mention a few people who influenced Kalam's early life. APJ അബ്ദുൽ കലാമിന്റെ ആദ്യകാല കുട്ടിക്കാല ജീവിതത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച വ്യക്തികളുടെ പേരുകൾ പറയുക. ഷംസുദ്ദീൻ ആൻഡ് ജലാലുദ്ദീൻ ഇൻഫ്ലുവൻസ്ഡ് കലാംസ് ഏർലി ലൈഫ്. ഈ രണ്ട് വ്യക്തികളായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചത്. Question 3. What was the effect of the sanctions on Kalam's family? How did the family cope with this? രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ധാരാളം സാങ്ഷൻസ്, റെസ്ട്രിക്ഷൻസ് നടപ്പിലാക്കിയിരുന്നു. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ കലാമിന്റെ കുടുംബത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? എങ്ങനെയാണ് ആ കുടുംബം കോപ്പ് വിത്ത് ദിസ്, ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് അല്ലെങ്കിൽ നേരിട്ട് മുന്നോട്ട് പോയത്? Kalam's large family felt the difficulties of procuring food, clothes and needs of children acutely. കലാമിൻ്റെതുപോലുള്ള വലിയ കുടുംബം ആ യുദ്ധകാലത്ത് ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ കുട്ടികളുടെ ആവശ്യങ്ങൾ ഒക്കെ നിറവേറ്റുന്നതിനും അതിനാവശ്യമായ വസ്തുക്കൾ കണ്ടെത്തുന്നതിനും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടു. The women in the family compromised on their nutrition. കുടുംബത്തിലെ സ്ത്രീകൾ അവരുടെയൊക്കെ ഭക്ഷണ കാര്യങ്ങൾ കുറച്ചുകൊണ്ട് അവരുടെ ന്യൂട്രീഷൻ കോംപ്രമൈസ് ചെയ്തു, അതിൽ അവർ കുറവ് വരുത്തി. ഫീഡിങ് ദ ചിൽഡ്രൻ ഫസ്റ്റ് ആൻഡ് റിഡ്യൂസിങ് ദെയർ ഓൺ പോർഷൻസ്. വീട്ടിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് കലാമിന്റെ അമ്മ, ഗ്രാൻഡ് മദർ, ഇവരൊക്കെ അവരുടെ ഭക്ഷണ പോർഷൻസ് ഭാഗം കുറച്ചുകൊണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകി. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രയാസപ്പെട്ട് ആ കാലത്ത് അവർ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്. Question 4. Why does young Kalam say, "My enthusiasm knew no bounds"? കുട്ടിയായിരുന്ന കലാം പറഞ്ഞു, എന്റെ താല്പര്യങ്ങൾക്ക്, ആഹ്ലാദത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. എന്തിനെക്കുറിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് കലാം അങ്ങനെ പറഞ്ഞത്? He was excited and delighted to contribute meaningfully to the household income by taking up the job of collecting and delivering newspapers. ന്യൂസ് പേപ്പറുകൾ കളക്ട് ചെയ്ത് വിതരണം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വരുമാനം കുടുംബത്തിന് നൽകുന്നതിലുള്ള ആഹ്ലാദം, അത്തരമൊരു ജോലി ഏറ്റെടുക്കാനുള്ള താല്പര്യത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കലാം പറഞ്ഞത്. Question 5. What was the condition posed by the mathematics teacher and how did it impact Kalam's daily schedule? മാത്തമാറ്റിക്സ് ട്യൂഷൻ ടീച്ചറുടെ കണ്ടീഷൻ എന്തായിരുന്നു? അത്തരമൊരു കണ്ടീഷൻ വെച്ചത് കലാമിന്റെ ഡെയിലി ഷെഡ്യൂളിനെ എങ്ങനെയൊക്കെ ബാധിച്ചു? The teacher's condition was that students should arrive at his home at dawn after taking a bath. മാത്തമാറ്റിക്സ് ടീച്ചറുടെ കണ്ടീഷൻ എല്ലാ കുട്ടികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിരാവിലെ, ഡോൺ, പ്രഭാത സമയത്ത് തന്നെ എത്തണം. ആഫ്റ്റർ ടേക്കിംഗ് എ ബാത്ത്, എല്ലാവരും രാവിലെ കുളിച്ചതിന് ശേഷമാണ് ക്ലാസ്സിൽ വരേണ്ടത്. So Kalam had to start his day while it was still dark outside. അതുകൊണ്ട് തന്നെ കലാമിനെ പോലുള്ള വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കലാമിന് അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ദിനങ്ങൾക്ക് തുടക്കം കുറിക്കണം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ പുലർന്നിട്ടുണ്ടായിരിക്കില്ല, അപ്പോഴും പുറത്തിരുട്ടായിരിക്കും. അത്രയും നേരത്തെ തൻ്റെ ഓരോ ദിവസത്തിനും തുടക്കം കുറിച്ചു. In order to keep his schedule of tuition, Arabic classes, newspaper delivery and school balanced. അതുവഴിയാണ് അദ്ദേഹത്തിന് തൻ്റെ ജോലിയും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ, അറബിക് ക്ലാസ്സുകൾ, ഇതെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായത്. Question 6. How did Kalam go about the work of newspaper distribution? ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ആ ഭാരിച്ച തൊഴിൽ എങ്ങനെയാണ് കലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോയത്? ആ തൊഴിൽ എങ്ങനെ അദ്ദേഹത്തിന് ഭംഗിയായി ചെയ്തു തീർക്കാൻ സാധിച്ചു? He reached the station on time and stood at the right spot to watch the newspaper bundles being thrown from the train. കൃത്യസമയത്ത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ന്യൂസ് പേപ്പർ ബണ്ടലുകൾ ശരിയാം വിധം കാണാൻ പറ്റുന്ന ഒരിടത്ത്, അത്തരമൊരു റൈറ്റ് സ്പോട്ടിൽ അദ്ദേഹം നിലയുറപ്പിക്കും. He collected them, divided them by neighborhood and tore around രാമേശ്വരം delivering the papers. അതിനുശേഷം പ്ലാറ്റ്ഫോമിൽ നിന്നും ന്യൂസ് പേപ്പർ ബണ്ടലുകൾ ശേഖരിക്കും. എന്നിട്ട് ആവശ്യമാവിധം അവ ഡിവൈഡ് ചെയ്യും. അതിനുശേഷം രാമേശ്വരം ടൗണിൽ
പത്രങ്ങളായി വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ വേഗം സഞ്ചരിക്കും. എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ട് അതിവേഗം ഓടിക്കൊണ്ട് അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഓരോ വായനക്കാരനും പത്രങ്ങൾ വിതരണം ചെയ്തു പോന്നു. Question 7. Newspapers opened up new worlds for young Kalam. Do you agree? Give reasons. പത്രങ്ങൾ കുട്ടിയായിരുന്ന കലാമിന് പുതിയ ലോകം തന്നെ തുറന്നു കൊടുത്തു. ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഗിവ് റീസൺസ്. അതിന്റെ കാരണങ്ങൾ കൂടെ പറയുക. യെസ്. റീഡിംഗ് ദ പേപ്പേഴ്സ് ആൻഡ് സീയിങ് pictures of leaders like Gandhiji, Nehru and E.V. Ramaswamy made him dream of being with them in a larger world and going to the big cities like Madras, Bombay and Calcutta. തീർച്ചയായും പത്രവായന യങ് കലാമിന് പുതിയ ലോകം തുറന്നു കൊടുത്തിട്ടുണ്ട്. പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ വായിച്ചും അതിലെ നേതാക്കന്മാരുടെ, ഗാന്ധിജി, നെഹ്റു, രാമസ്വാമി പോലുള്ള നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കണ്ടും അദ്ദേഹം സ്വപ്നം കാണുമായിരുന്നു. പുതിയ ലോകത്തേക്ക്, ലാർജ് വേൾഡ്, വിശാലമായ ലോകത്തേക്ക് ഇത്തരം മഹാന്മാരായ നേതാക്കന്മാരോടൊക്കെ ഒപ്പം എത്താനും അവിടെയൊക്കെ സന്ദർശിക്കാനും, പ്രത്യേകിച്ച് മദ്രാസ്, ബോംബെ, കൽക്കട്ട പോലുള്ള വൻ നഗരങ്ങളിൽ എത്താനുമൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. Question 8. Kalam says he grew taller and browner in a year. What does this suggest? യങ് കലാം പറയുന്നുണ്ട്, ഒരു വർഷത്തിനകം തന്നെ അദ്ദേഹം ടാളർ ആൻഡ് ബ്രൗണർ, കൂടുതൽ ഉയരം വെച്ചു, അതോടൊപ്പം തന്നെ നിറം അല്പം കൂടെ കറുത്തുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് ഹിസ് ഫിസിക്കൽ ഗ്രോത്ത്സ് ആൻഡ് ഔട്ട്ഡോർ എക്സ്പോഷർ ഡ്യൂ ടു ഹിസ് കോൺസ്റ്റന്റ് റണ്ണിങ് അറൗണ്ട് ഇൻ ദ സൺ വൈൽ ഡെലിവറിംഗ് ന്യൂസ് പേപ്പേഴ്സ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഗ്രോത്ത്, ശാരീരിക വളർച്ചയും അതോടൊപ്പം തന്നെ നിരന്തരമായി പത്രങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് പുറത്ത് വെയിലിൽ അദ്ദേഹം ഓടി നടന്ന അവസ്ഥയും ആ പ്രയാസം, എക്സ്പോഷർ ഡ്യൂ ടു ഹിസ് കോൺസ്റ്റന്റ് റണ്ണിങ് അറൗണ്ട് ഇൻ ദ സൺ, വെയിലിൽ ഓടിയത് കൊണ്ടും അധ്വാനിച്ചത് കൊണ്ടുമൊക്കെ അദ്ദേഹത്തിന്റെ നിറം മങ്ങിപ്പോയി എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. Question 9. How was Kalam able to ignore the intense tiredness at the end of each day? ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഇന്റൻസ് ടയർഡ്നെസ്, വളരെ കഠിനമായ ക്ഷീണം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. എന്നാൽ അതെല്ലാം അദ്ദേഹം ഇഗ്നോർ ചെയ്തു, അവഗണിച്ചു. അദ്ദേഹത്തിന് അതൊക്കെ എങ്ങനെയാണ് സാധിച്ചത്? ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ. Knowing that his earnings helped the family and that his mother was secretly proud of him. തന്റെ വരുമാനം കുടുംബത്തിന് ഉപകാരപ്പെടുന്നുണ്ട്, സഹായകരമാകുന്നുണ്ട് എന്ന തിരിച്ചറിവ്, അതോടൊപ്പം തന്നെ താൻ അധ്വാനിക്കുന്നതിൽ അമ്മ രഹസ്യമായി അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുള്ള അറിവ്, ഇതെല്ലാം തന്നെ kept him going with a smile despite his tiredness. തന്റെ പ്രയാസങ്ങളും ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു പുഞ്ചിരിയോടുകൂടി അധ്വാനിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിച്ചു. Now there are some other questions and let's rewind. Question 1. What motivated Abdul Kalam to take on the newspaper delivery? ന്യൂസ്പേപ്പർ ഡെലിവറി എന്നുള്ള ജോലി തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, അതിനുള്ള പ്രചോദനം അദ്ദേഹത്തിന് നൽകിയത് എന്തായിരുന്നു? ഇവിടെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക. ആൻസർ ഡി. ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. തന്റെ കുടുംബത്തെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ആ ജോലി ഏറ്റെടുത്തത്. Question 2. What do you think was the biggest challenge Abdul Kalam faced as a newspaper delivery boy? ഒരു ന്യൂസ്പേപ്പർ ഡെലിവറി ബോയ് എന്ന നിലക്ക് കുട്ടിയായിരുന്ന അബ്ദുൽ കലാം ഏറ്റവും പ്രയാസം നേരിട്ടത്, അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ ചാലഞ്ച്, വെല്ലുവിളി എന്തായിരുന്നു? ആൻസർ ദ നീഡ് ടു ബാലൻസ് വർക്ക് ആൻഡ് ലേണിംഗ്. അദ്ദേഹത്തിന്റെ പഠനവും ജോലിയും ബാലൻസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഏറ്റവും കഠിനമായ പ്രയാസം. Then number 3, what was the major effect of World War II on Kalam's family? രണ്ടാം ലോകമഹായുദ്ധത്തെ അതിൻ്റെ ഇഫക്റ്റ് ഡോക്ടർ കലാമിന്റെ, APJ അബ്ദുൽ കലാമിന്റെ കുടുംബത്തെ ഏത് രീതിയിലായിരുന്നു ഏറ്റവും പ്രയാസകരമായി ബാധിച്ചത്? ഏത് രീതിയിലായിരുന്നു? ആൻസർ they had to ration food. അവർക്ക് അവരുടെ ഭക്ഷണം ക്രമീകരിക്കേണ്ടി വന്നു, അതിൽ ലിമിറ്റ് വരുത്തേണ്ടി വന്നു. Question 4. What important skill did Kalam develop by newspaper delivery? ന്യൂസ്പേപ്പർ ഡെലിവറി കൊണ്ട് കലാം നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവ് എന്തായിരുന്നു?
ടൈം മാനേജ്മെന്റ്, കൃത്യമായി സമയം പരിപാലിക്കാനുള്ള, സമയം കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹം നേടിയെടുത്തു. ബി. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വീണ്ടും ഒരിക്കൽ കൂടെ ലെസൺ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ഈ 2 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇവ അല്പം വിശദമായി ആൻസർ നൽകേണ്ടവയാണ്. എക്സാമിൽ ഒരുപക്ഷെ പാരഗ്രാഫ് ക്വസ്റ്റ്യനായി ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ 1. വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റൂട്ടീൻ? കലാമിന്റെ നിത്യേനയുടെ പ്രവർത്തനങ്ങളിൽ അവനെ സഹായിക്കാൻ അമ്മ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അമ്മയുടെ റോൾ എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. കലാംസ് മദർ പ്ലേഡ് an important role in helping him manage his tight schedule smoothly. ഓരോ ദിവസത്തെയും ഷെഡ്യൂൾ വളരെ ടൈറ്റ് ആയിരുന്നു കുട്ടിയായിരുന്ന കലാമിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അത് വളരെ സ്മൂത്തായി കൈകാര്യം ചെയ്യാൻ അമ്മയുടെ റോൾ, വളരെ പ്രാധാന്യം അറിയിക്കുന്ന അമ്മയുടെ റോൾ സഹായിച്ചു. She would rise before him to get his bath ready, wake him up gently in the very early morning, and help him bathe so that he could reach his tuition teacher's home at dawn. കലാം ഉറക്കമുണരുന്നതിന് മുമ്പ് അമ്മ ഉണരും. അവന് കുളിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് കലാമിനെ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ സഹായിക്കും. അതുവഴി അതിരാവിലെ തന്നെ ട്യൂഷൻ ടീച്ചറുടെ വീട്ടിൽ കലാമിന് എത്താനും സാധ്യമായിരുന്നു. Later, after his morning newspaper deliveries, she would ensure he ate every morsel of his breakfast before sending him off to school. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ്, ന്യൂസ് പേപ്പർ വിതരണവും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പൂർണ്ണമായും കഴിച്ചു എന്ന് അമ്മ ഉറപ്പുവരുത്തും. അതിനുശേഷമാണ് അമ്മ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനുവേണ്ടി ലൈറ്റ് ആയിട്ടുള്ള മീൽ, വളരെ ലളിതമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കി അവന് കാത്തിരിക്കും. Her quiet support and care enabled Kalam to balance his responsibilities without neglecting his studies. അമ്മയുടെ നിശബ്ദമായിട്ടുള്ള, ശാന്തമായിട്ടുള്ള സപ്പോർട്ടും കെയറും എല്ലാം തന്നെ തൻ്റെ പഠനവും ഉത്തരവാദിത്വവും പഠനം ഉപേക്ഷിക്കാതെ, അവഗണിക്കാതെ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കലാമിനെ ഒരുപാട് സഹായിച്ചു. Question 2. Kalam balanced his work and school, playing his part in a way that truly mattered. വളരെ അർത്ഥവത്തായ രീതിയിൽ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജോലിയും അതോടൊപ്പം തന്നെ പഠനവും കലാമിന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. Truly mattered here means in a meaningful way. കുടുംബത്തിന് അർത്ഥവത്തായ രീതിയിൽ സഹായമാകും വിധം തന്നെയാണ് അദ്ദേഹം തൻ്റെ പാർട്ട് പ്ലേ ചെയ്തത്, തൻ്റെ ഉത്തരവാദിത്വം ചെയ്തത്. എന്നാൽ പഠനവും ജോലിയും പരസ്പരം കൂട്ടിമുട്ടിയില്ല. രണ്ടും ബാലൻസ് ചെയ്ത് അദ്ദേഹത്തിന് കൊണ്ടുപോകാനും സാധിച്ചു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ചിൽഡ്രൻ ഇവോൾവിംഗ് ഇൻ ടു റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി? കുടുംബത്തിലെ ഉത്തരവാദിത്വമുള്ള ഒരു മെമ്പറായി കുട്ടികൾ മാറുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു പാരഗ്രാഫിൽ എഴുതുക. Learning to be responsible from a young age builds in children a disciplined character, care and empathy towards others. ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറുക, വളരുക എന്നുള്ളത് കുഞ്ഞുങ്ങളിൽ ഡിസിപ്ലിൻ ക്യാരക്ടർ, അച്ചടക്കമുള്ള ഒരു സ്വഭാവവും, കെയർ, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, അവരെ പരിഗണിക്കണം എന്നുള്ള ഒരു ബോധവും, ആൻഡ് എംപതി ടുവാർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോട് സഹാനുഭൂതിയും ഒക്കെ അവരുടെ മനസ്സിൽ സൃഷ്ടിക്കും. While their education and entertainments are important, helping in family tasks or supporting during hardships creates a sense of dutifulness and teamwork. അവരുടെ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ്, ചെറുപ്പത്തിൽ വിനോദവും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ തന്നെ കുടുംബത്തെ പ്രയാസങ്ങളിൽ സഹായിക്കുക എന്നുള്ളത് കുട്ടികളുടെ മനസ്സിൽ ഡ്യൂട്ടിഫുൾനെസ്, ഉത്തരവാദിത്വ ബോധം ആൻഡ് ടീം വർക്ക്, ഒരുമിച്ചുള്ള ഒരു ടീം വർക്ക് സ്പിരിറ്റ് ഇതൊക്കെ സൃഷ്ടിക്കും. ലൈക്ക് കലാം, when children are gently guided and appreciated for their efforts, they grow up with a sense of familial bond and pride in supporting their parents. കുട്ടിയായിരുന്ന കലാമിനെ പോലെ തന്നെ കുട്ടികൾ അവർ ചെയ്യുന്ന അവരുടെ ജോലികളെ നാം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അവരെ വളരെ ജെന്റിലായിട്ട് അവരുടെ ഉത്തരവാദിത്വത്തിലേക്ക് നാം അവരെ ഗൈഡ് ചെയ്ത് അവർക്ക് മാർഗനിർദ്ദേശം നൽകി നാം നയിക്കുമ്പോൾ അവരിൽ എ ഫാമിലിയൽ ബോണ്ട്,
കുടുംബത്തോടുള്ള ഒരു ബന്ധവും അതോടൊപ്പം തന്നെ പ്രൈഡ് ഇൻ സപ്പോർട്ടിംഗ് ദെയർ പാരന്റ്സ്, രക്ഷിതാക്കളെ സഹായിക്കുന്നതിനുള്ള അഭിമാന ബോധവും ഒക്കെ അവരുടെ മനസ്സിൽ രൂപപ്പെടും. However, parents should guide children towards responsibility without turning it into child labor. എന്നാൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നയിക്കുമ്പോൾ തന്നെ, അവർ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുമ്പോൾ തന്നെ അത് ഒരു ചൈൽഡ് ലേബർ ആയിട്ട്, ഒരു ബാലവേലയായിട്ട് വഴിമാറരുത് എന്ന കാര്യവും അവർ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അത്തരമൊരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നയിക്കുന്നത് ടേക്കിംഗ് എവേ ദെയർ ചൈൽഡ്ഹുഡ് ജോയ്സ്, അവരുടെ കുട്ടിക്കാല സന്തോഷവും ആഹ്ലാദവും എടുത്തു കളയുന്ന ഒരു പ്രവൃത്തിയായി മാറുകയും ചെയ്യരുത്. പാരന്റ്സ് ഷുഡ് ഗൈഡ് ചിൽഡ്രൻ ടുവാർഡ്സ് റെസ്പോൺസിബിലിറ്റി വിതൗട്ട് ടേണിംഗ് ഇറ്റ് ഇൻ ടു ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബർ ആയി മാറാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. അതോടൊപ്പം തന്നെ വിതൗട്ട് ടേക്കിംഗ് എവേ ദെയർ ചൈൽഡ്ഹുഡ് ജോയ്സ്, കുട്ടികളുടെ ചെറുപ്പകാലത്തെ ആഹ്ലാദവും വിനോദവും സന്തോഷവും എടുത്തു കളയാത്ത രീതിയിലുമായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്ന ദ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ലെസണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, അതോടൊപ്പം തന്നെ ഈ ലെസന്റെ സമറി. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സപ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.